നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുളിശ്ശേരി റെസിപ്പിയുമായിട്ടാണ്. കാളനും ഓലനും പച്ചടിയും എരിശ്ശേരിയും എല്ലാം ചെയ്ത സ്ഥിതിക്ക് നമുക്കിന്നൊരു പുളിശ്ശേരി കൂടി ചെയ്യണ്ടേ. പൈനാപ്പിൾ വെച്ച് എങ്ങനെ ഒരു പുളിശ്ശേരി സദ്യയ്ക്ക് വേണ്ടി റെഡിയാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പുളിശ്ശേരിക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് പൈനാപ്പിളാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പച്ചടിക്ക് എടുത്ത പൈനാപ്പിളില്ല, അതിൻ്റെ ബാക്കിയാണിത്. അതേപോലെ സ്റ്റെമ്മൊക്കെ മാറ്റിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി വലിപ്പത്തിനാണ് പുളിശ്ശേരിക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് തൈര് വേണം, 1 കപ്പ് തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട്, പിന്നെ എരിവിനായിട്ട് ഞാനൊരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു മൺചട്ടി ഇതുപോലെ എടുത്ത് വെക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ 1.5 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. ആ 1.5 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, അതുകൂടി ഇതുപോലെ 2 ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് അതിൻ്റെ എരിവ് ആ പൈനാപ്പിളിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ള ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് അരയ്ക്കാം. എനിക്കിവിടെ കറക്റ്റ് എരിവാണ്. മുളക് പൊടിയും 2 പച്ചമുളകും ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചൊന്ന് എടുക്കാം. ഇപ്പം ഇവിടെ ഏകദേശം ഇതൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തോ ഇല്ലയോ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കുമ്പോൾ അറിയാം ഇത് വെന്തോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഒരു പീസ് എടുത്ത് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ കറക്റ്റാണ്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട. പുളിശ്ശേരിക്ക് എപ്പോഴും ഒരു പീസസ് ആയിട്ടിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. എന്നാൽ മാത്രമേ ആ തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ശരിക്കും ചേർന്ന് വരത്തുള്ളൂ. ഇപ്പം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പുളിശ്ശേരിയിൽ ഈ പൈനാപ്പിളിൻ്റെ മധുരവും പുളിയും അനുസരിച്ചിരിക്കും നമ്മൾ മധുരം ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന പൈനാപ്പിൾ ഓരോ ടേസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ കിട്ടിയേക്കുന്നത് കുറച്ചൊന്ന് മധുരമുണ്ട്, പിന്നെ പുളി നല്ല രീതിയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരവും പുളിയും ഉള്ളതനുസരിച്ച് വേണം പഞ്ചസാരയൊക്കെ ചേർക്കാൻ. ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ചേർക്കാൻ. ശർക്കര ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ പുളിശ്ശേരിയിൽ പഞ്ചസാരയാണ് എപ്പോഴും ചേർക്കുന്നത്. ആ ഒരു പൈനാപ്പിളിന് ചിലപ്പോൾ ഭയങ്കര പുളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. ഇപ്പം ഇവിടെ നല്ല രീതിയിൽ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മാത്രം മതി. ഈ തൈര് നല്ല കട്ട തൈര് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി, അല്ലാതെ മോരൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു താളിച്ച് കൂടി ഒഴിക്കാം. ഇനി നമുക്ക് താളിക്കാനായിട്ടൊരു പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, 1 നുള്ള് ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, ആവശ്യമില്ലെങ്കിൽ അത് ചെയ്യേണ്ട. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. മുളക് പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ കറിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് യെല്ലോ കളർ കിട്ടാനായിട്ടാണ്. ഒരു റെഡിഷ് യെല്ലോ കിട്ടും. അപ്പോൾ ആ കറി കുറച്ചും കൂടി കാണാനൊരു ഭംഗിയാണ്. അതിനു വേണ്ടിയാണ്. അത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ അത് ചേർക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ താളിച്ചത് ഈ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിപ്പോൾ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം.
പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കാണാൻ ഇത് പറ്റുള്ളൂ. അതുപോലെ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.